ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ 2025 ജനുവരി 26 റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ ആണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ഈ വീഡിയോയിലുള്ള ചോദ്യങ്ങൾ എല്ലാം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാർക്ക് റിപ്പബ്ലിക് ദിന ക്വിസിൽ ലഭിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് എല്ലാ ചോദ്യങ്ങളും ഇന്ന് തന്നെ പഠിക്കുക. വീഡിയോയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സിനെയും അതേപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന റിപ്പബ്ലിക് ഡേ പ്രാക്ടീസ് ക്വിസിലെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു പ്രാക്ടീസ് ക്വിസ് മത്സരം നടന്നിരുന്നു. അതിലെ വിജയികൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1-ാം സ്ഥാനത്ത് മുഹമ്മദ് യാസിൻ, 2-ാം സ്ഥാനത്ത് മുഹമ്മദ് സഫാസ്, 3-ാം സ്ഥാനത്ത് അനഘ ബിജു, 4-ാം സ്ഥാനത്ത് തന്മയ VP, 5-ാം സ്ഥാനത്ത് റിൻഷ P. ഇവരാണ് നമ്മുടെ റിപ്പബ്ലിക് ദിന പ്രാക്ടീസ് ക്വിസ് മത്സരത്തിലെ വിജയികൾ. ഇതുപോലെയുള്ള പ്രാക്ടീസ് ക്വിസ് മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മുമ്പത്തെ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും അതിലെ വിന്നേഴ്സും ആരൊക്കെയാണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇന്ത്യൻ ഭരണഘടനാ ശില്പി, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയാം, ഡോക്ടർ BR അംബേദ്കർ ആണ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ദേവിക PP, സ്വാലിഹ T, ശിവാനി, പാർവണ M, അതിഷ് രാജ് KV, വേദലക്ഷ്മി, അറീബ R ബാബു, അസീം, സൻഹ VS എന്നിവരാണ് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിന്നേഴ്സ്. ഇതേപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്കായിട്ടൊരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ട് ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ വിജയിയെ നമ്മൾ കമൻറ്റ് ബോക്സിൽ തന്നെ പ്രഖ്യാപിക്കുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദേശീയ ഭരണഘടനാ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? നവംബർ 26 ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ്? 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെടുന്നത്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് എന്നാണ്? അതും നവംബർ 26 തന്നെയാണ്. അതായത് ദേശീയ നിയമദിനമായി ആചരിക്കുന്നത് നവംബർ 26. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം എത്രയാണ്? ഉത്തരം അറിയാവുന്നവർ കമന്റ് ബോക്സിൽ പെട്ടെന്ന് തന്നെ കമന്റ് ചെയ്യുക. 2 വർഷവും 11 മാസവും 18 ദിവസവുമാണ് ഭരണഘടന തയ്യാറാക്കാൻ എടുത്ത സമയം. ഈ വീഡിയോയിലെ 5-ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഉണ്ടായിരുന്ന അനുച്ഛേദങ്ങൾ എത്രയാണ്? ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 395 അനുച്ഛേദവും 8 പട്ടികയും 22 ഭാഗവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് 6-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞത് ഭരണഘടന തുടങ്ങിയപ്പോൾ ഉണ്ടായ അനുച്ഛേദങ്ങളുടെ എണ്ണമായിരുന്നു. എന്നാൽ നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര അനുച്ഛേദങ്ങളാണ് ഉള്ളത്? ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയിൽ 448 അനുച്ഛേദവും 12 പട്ടികയും 25 ഭാഗങ്ങളുമാണ് ഉള്ളത്. 7-ാമത്തെ ചോദ്യം ഇതാണ്: 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. അതേപോലെ തന്നെ 1950 ജനുവരി 26 ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തത് എന്നുകൂടി ഓർത്തു വെക്കുക. ഈ വീഡിയോയിലെ 8-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏറ്റവും ഈസി ആയ ചോദ്യവും ഇത് തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. 9-ാമത്തെ ചോദ്യം ഇതാണ്: ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ഇപ്പോൾ നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെന്ന് പറഞ്ഞു. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ്? ഗ്രീസ് ആണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം. 10-ാമത്തെ ചോദ്യം ഇതാണ്: ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമായ ഗ്രീസ് തന്നെയാണ് ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന പേരിൽ അറിയപ്പെടുന്ന രാജ്യം. 11-ാമത്തെ ചോദ്യം ഇതാണ്: ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ് ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് 11-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ബ്രിട്ടൻ. 12-ാമത്തെ ചോദ്യം ഇതാണ്: ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യ രാജ്യം ഏതാണ്? ലിഖിത ഭരണഘടന നിലവിൽ വന്ന ആദ്യത്തെ രാജ്യമാണ് അമേരിക്ക. 1789 ലിഖിത ഭരണഘടന അമേരിക്കയിൽ വരുന്നത്. 13-ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ഏറ്റവും വലിയ ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഏറ്റവും ബൃഹത്തായ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. 14-ാമത്തെ ചോദ്യം: റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? 14-ാമത്തെ ചോദ്യം ഒന്നുകൂടി വായിക്കാം. റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്?
പ്ലേറ്റോ എന്ന് പറയുന്ന വ്യക്തിയാണ് റിപ്പബ്ലിക് എന്ന കൃതിയുടെ രചയിതാവ്. അതായത് 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം പ്ലേറ്റോ. 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് ഏതാണ്? അതായത് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് രാജ്യം ഏതാണ്? നൗറു എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ റിപ്പബ്ലിക് രാജ്യം. 16ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഈ വീഡിയോയിലെ 17ാമത്തെ ചോദ്യവും ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യവുമാണിത്. മയിലിനെ ദേശീയ പക്ഷിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? നമ്മുടെ ദേശീയ പക്ഷി മയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? നമ്മുടെ ദേശീയ പക്ഷിയായി മയിലിനെ പ്രഖ്യാപിക്കുന്നത് 1963-ലാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. എല്ലാവരും ഉത്തരം തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ, അതായത് ഓരോ ചോദ്യം വായിച്ച ശേഷവും നിങ്ങൾക്ക് ഒരു 10 സെക്കൻഡ് ടൈമർ ഉണ്ട്. അതിനുള്ളിൽ നിങ്ങൾക്ക് ലൈവ് ചാറ്റിലോ കമന്റ് ബോക്സിലോ ഉത്തരം കമന്റ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? എല്ലാവരും ഉത്തരം കമന്റ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ബംഗാളി ഭാഷയിലാണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും രചിക്കപ്പെട്ടത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ദേശീയ കലണ്ടർ ഏതാണ്? എല്ലാവർക്കും ഉത്തരം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ശകവർഷമാണ് ഇന്ത്യയുടെ ദേശീയ കലണ്ടർ. നമുക്കിനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗാ നദിയാണ് അതിന്റെ ഉത്തരം. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞൊരു സ്ലൈഡിൽ ഉണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാ നദിയാണ്. ഗംഗാ നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008-ലാണ്. ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം. ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി ഏതാണ്? ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി എന്ന പേരിൽ അറിയപ്പെടുന്നത്. നമുക്കിനി ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആറാമത്തെ ചോദ്യവും നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചോദ്യവുമായി സാമ്യമുള്ള ചോദ്യമാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഗംഗാ ഡോൾഫിനെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ചോദ്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിനാണ്. 2009-ലാണ് ഗംഗാ ഡോൾഫിനെ ഇന്ത്യയുടെ ദേശീയ ജലജീവിയായി പ്രഖ്യാപിച്ചത്. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ് ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷ. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇതും വളരെയധികം എളുപ്പമുള്ള ചോദ്യമാണ്. ദേശീയ ഫലം ഏതാണ്? അതായത് നമ്മുടെ നാഷണൽ ഫ്രൂട്ട് ഏതാണ്? നമ്മൾക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ട മാങ്ങ അഥവാ മാംഗോ ആണ് ഇന്ത്യയുടെ നാഷണൽ ഫ്രൂട്ട്, അതായത് ദേശീയ ഫലം. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ദേശീയ വൃക്ഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? നാഷണൽ ട്രീ, അതായത് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം നമ്മുടെ ഇന്നലത്തെ ബോണസ് ചോദ്യമായിരുന്നു. എന്നാലും ഈ വീഡിയോയിൽ ഒരിക്കൽ കൂടി ഉൾപ്പെടുത്തിയതാണ്. നമ്മുടെ ദേശീയ വൃക്ഷമാണ് പേരാൽ. ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുന്ന കാര്യം കൂടി പരിഗണിക്കുക. 10ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ്? നമ്മൾ നേരത്തെ നാഷണൽ ഫ്രൂട്ടും നാഷണൽ ട്രീയെയും ഒക്കെ പറ്റി പറയുകയുണ്ടായി. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് നാഷണൽ ഫ്ലവറിനെ പറ്റിയാണ്. ഇന്ത്യയുടെ നാഷണൽ ഫ്ലവർ ആണ് താമര. 11ാമത്തെ ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമനയും ദേശീയ ഗീതമായ വന്ദേ മാതരവും ഭരണഘടന അംഗീകരിച്ച വർഷം ഏതാണ്? 1950 ജനുവരി 24-ാം തീയതിയാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമനയും ദേശീയ ഗീതം വന്ദേ മാതരവുമായി അംഗീകരിച്ചത്. 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്?
65 സെക്കൻഡാണ് ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആലപിക്കാൻ എടുക്കുന്ന സമയം, അതായത് 65 സെക്കൻഡ്. 13ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? ഇന്ത്യയുടെ ദേശീയ മൃഗം കടുവയാണ്. ആ കടുവയെ തിരഞ്ഞെടുത്ത വർഷം ഏതാണ്? 1972-ലാണ് ഇന്ത്യയുടെ ദേശീയ മൃഗമായി കടുവയെ തിരഞ്ഞെടുക്കുന്നത്. 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 1972 വരെ ഇന്ത്യയുടെ ദേശീയ മൃഗമായിരുന്നത് ഏത് മൃഗമായിരുന്നു? അതായത് 1972-ലാണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതായിരുന്നു? 1972 മുമ്പ് സിംഹമായിരുന്നു ഇന്ത്യയുടെ ദേശീയ മൃഗം. അതിനുശേഷമാണ് കടുവയെ ഇന്ത്യയുടെ ദേശീയ മൃഗമായി പ്രഖ്യാപിച്ചത്. ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. 15ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം എന്താണ്? 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സത്യമേവ ജയതേ. ഈ വീഡിയോയിലെ 16ാമത്തെ ചോദ്യം ഇതാണ്: സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ലിപിയിലാണ്? ദേവനാഗരി എന്ന് പറയുന്ന ലിപിയിലാണ് സത്യമേവ ജയതേ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോയിലെ 17ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? നമ്മുടെ നേരത്തെ ഒരു വീഡിയോയിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹമുദ്രയാണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ സിംഹമുദ്ര ദേശീയ ചിഹ്നമായി ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ഏതാണ്? 1950 ജനുവരി 26-ാം തീയതിയാണ് സിംഹമുദ്ര ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിക്കുന്നത്. വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇത് കഴിഞ്ഞാൽ നമ്മൾ ബോണസ് ക്വസ്റ്റ്യൻ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. 19ാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാൻ ഏതാണ്? ഇന്ത്യക്കാർക്ക് അവരുടെ സ്വന്തം ഭരണഘടന തയ്യാറാക്കുവാൻ നിർദ്ദേശം കൊണ്ടുവന്ന പ്ലാനാണ് വേവൽ പ്ലാൻ. 1945-ലാണ് ഈ വേവൽ പ്ലാൻ നടന്നത്. ഇതിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഓരോ ചോദ്യം വായിച്ച ശേഷവും തന്നിരിക്കുന്ന ടൈമറിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വീഡിയോയിലെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത് ആരാണ്? പ്രേം ബിഹാരി റൈസാത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കയ്യെഴുത്തു പ്രതി തയ്യാറാക്കിയത്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ഭരണഘടനയുടെ ആമുഖം കടം എടുത്തിരിക്കുന്നത്? മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അമേരിക്ക. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയുടെ ആമുഖമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: രാജ്യസഭാ അംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? രാജ്യസഭാ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഏഴാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് എന്താണ്? ഭരണഘടനയുടെ ആമുഖം തന്നെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എട്ടാമത്തെ ചോദ്യം ഇതാണ്: രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, അതായത് രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ഒൻപതാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഉത്തരം എല്ലാവരും ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.
നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു? 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷൻ. 11ാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തെരഞ്ഞെടുത്തത് ആരെയാണ്? 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം സച്ചിനാനന്ദ സിൻഹ എന്ന് പറയുന്ന വ്യക്തിയെയാണ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുത്തത്. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 12ാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ ആരൊക്കെയായിരുന്നു? ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ, ആനി മസ്ക്രീൻ എന്ന് പറയുന്ന 3 വനിതകളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലെ മലയാളി വനിതകൾ. 13ാമത്തെ ചോദ്യം ഇതാണ്: ഭരണഘടനാ നിർമ്മാണ സഭയിലെ 15 വനിതകളിൽ മലയാളി വനിതകൾ എത്ര പേരായിരുന്നു? നമ്മുടെ നേരത്തെയുള്ള ചോദ്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പേരാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് 14ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ വനിതകൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മുടെ 13ാമത്തെ ചോദ്യത്തിൽ തന്നെ ഈ 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമുണ്ട്. അപ്പോൾ അറിയാവുന്നവർ കമന്റ് ചെയ്യുക. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 15 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 3 മലയാളികളായിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ പേരാണ് നമ്മൾ നേരത്തെയുള്ള ചോദ്യങ്ങളിൽ ഡിസ്കസ് ചെയ്തത്. ഈ വീഡിയോയിലെ 15ാമത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് എത്ര ഗൺ സല്യൂട്ടുകളാണ് നൽകുന്നത്? പതിനഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം 21 ഗൺ സല്യൂട്ടുകളാണ് റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രപതിക്ക് നൽകുന്നത്. നമ്മുടെ തൊട്ട് മുമ്പുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് അടുത്ത ചോദ്യം ചോദിക്കാവുന്നതാണ്. 16ാമത്തെ ചോദ്യം ഇതാണ്: റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? നമ്മുടെ 15ാമത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രപതിയാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത്. ഈ വീഡിയോയിലെ അവസാനത്തെ ചോദ്യത്തിലേക്കാണ് കടക്കുന്നത്. ദേശീയ ഭരണഘടനാ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? അതായത് 17ാമത്തെ ചോദ്യമാണിത്. ദേശീയ ഭരണഘടനാ ദിനം ആയി ആചരിക്കുന്നത് എന്നാണ്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നവംബർ 26-ാം തീയതിയാണ് ദേശീയ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. അതായത് 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നവംബർ 26. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത റിപ്പബ്ലിക് ആയത് എന്നാണ്? ഓരോ ചോദ്യം വായിച്ച ശേഷവും തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ അത് കമന്റ് ബോക്സിൽ പറയാവുന്നതാണ്. ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും മോചിതമായി ഒരു പരമോന്നത റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26-നാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന നിലവിൽ വന്ന വർഷമേതാണ്? ഇന്ത്യയുടെ പരമോന്നത ഭരണഘടന വന്നത് 1950 ജനുവരി 26-നാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യക്ക് സ്വാതന്ത്ര്യം 1947 ലഭിച്ചെങ്കിലും 1947 മുതൽ 1950 വരെയുള്ള കൈമാറ്റ കാലയളവിൽ ആരായിരുന്നു ഇന്ത്യയുടെ ഭരണത്തലവൻ? 1947 മുതൽ 1950 വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ ഭരണത്തലവൻ ജോർജ് നാലാമനായിരുന്നു. നാലാമത്തെ ചോദ്യം ഇതാണ്: 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് 1950 ജനുവരി 26-ന് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് ആരാണ്?
അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവുമാണ് രാഷ്ട്രപതി. ആറാമത്തെ ചോദ്യം ഇതാണ്: 68ാമത് റിപ്പബ്ലിക് ദിന ചടങ്ങിലെ ഇന്ത്യയുടെ പ്രധാന അതിഥി ആരായിരുന്നു? മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ എന്ന് പറയുന്ന ആളായിരുന്നു 68ാമത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ പ്രധാന അതിഥിയായി വന്നത്. ഏഴാമത്തെ ചോദ്യം നമ്മൾ പലതവണ നമ്മുടെ വീഡിയോസിൽ പറഞ്ഞ ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. എട്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ്? സർവേപ്പള്ളി രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി. ഒമ്പതാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. ഈ വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഏത് ചക്രവർത്തിയുടെ കാലത്ത് സൃഷ്ടിച്ച സ്തംഭത്തിൽ നിന്നും കടം കൊണ്ടതാണ് അശോകമുദ്ര അഥവാ അശോക സ്തംഭം? പത്താമത്തെ ചോദ്യത്തിന്റെ ഉത്തരമാണ് അശോക ചക്രവർത്തി. 11ാമത്തെ ചോദ്യം ഇതാണ്: സത്യം എപ്പോഴും ജയിക്കട്ടെ എന്ന വാക്യം ഏത് ലിപിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ദേവനാഗരി എന്ന് പറയുന്ന ഒരു ലിപിയിലാണ് സത്യമെന്നും വിജയിക്കട്ടെ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് ആരാണ്? നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ എളുപ്പമുള്ള ചോദ്യമാണിത്. രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചിരിക്കുന്നത്. നമ്മുടെ മുമ്പുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്ത ചോദ്യം തന്നെയാണ് 13ാമത്തേതും. ജനഗണമന ദേശീയ ഗാനമായി അംഗീകരിച്ച വർഷമേതാണ്? 1950. കൃത്യമായി പറഞ്ഞാൽ 1950 ജനുവരി 24-നാണ് രവീന്ദ്രനാഥ ടാഗോർ രചിച്ച ജനഗണമന എന്ന് പറയുന്ന ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചത്. ഈ വീഡിയോയിലെ അവസാനത്തേതും 14ാമത്തേതുമായ ചോദ്യം ഇതാണ്: സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? വന്ദേ മാതരം എന്ന ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണെന്ന് എല്ലാവർക്കും അറിയാം. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് അതിൻ്റെ ഉത്തരം. ഇനി നമുക്ക് ഈ വീഡിയോയിലെ ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ഉടൻ തന്നെ ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്: ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള റെയിൽ പാലം ഏതാണ്? നമ്മുടെ മുമ്പുണ്ടായിരുന്ന ഒരു വീഡിയോയിലെ ചോദ്യമാണ്. എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് നോക്കാം. ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.